വീട്ടിലിരുന്ന് ബോറടിച്ചിട്ട് ഓടി വന്ന ഒരു ഇത്തിരി കിസ പറയാൻ. അപ്പോഴേക്കും അയാള് പോയി. ഈയിടെയായി അച്ഛൻ ഇച്ചിരി സ്മോൾ അടി കൂടുതല. വീട്ടിൽ മിണ്ടാനും പറയാനൊക്കെ ആരെങ്കിലും ഒക്കെ വേണ്ടേ? വയ്യങ്കളെ ഈ വാഷി. ഇനിയെങ്കിലും നിനക്കൊരു പെണ്ണ് കെട്ടിക്കൂടെടാ? ആശയില്ലാഞ്ഞിട്ടല്ല, കെട്ടി ഇങ്ങോട്ട് വേണ്ടേ കൊണ്ടുവരാൻ. ഇങ്ങോട്ടുണ്ടെന്ന തമ്പി അങ്ങ് വിഴുങ്ങും. വിഴുങ്ങിയാൽ എത്ര ഭേദമായിരുന്നു. ഒരു ജോലി കിട്ടുന്ന വരെ മകനെന്ന നിലയ്ക്ക് തന്നോട്ടിരുന്ന സ്റ്റൈപ്പൻഡ് ജോലി കിട്ടിയ അന്ന് എന്നെ കട്ട് ചെയ്തു. ഇനി പെണ്ണിനെയും കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന ഈ വീട്ടിൽ നിന്ന് എന്നെ കട്ട് ചെയ്യില്ലെന്ന് ആര് കണ്ടു? വെറും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നെഗറ്റീവായിട്ട് കഴിക്കാനായിരിക്കും എന്റെ വിധി. അങ്ങളെ അങ്ങനൊന്നും ഇല്ലടാ. ഒരു പെൺകുട്ടി ഈ വീട്ടിൽ വന്ന് കയറിയാ ഒക്കെ ശരിയാവും. ഒരു മുത്തശ്ശനും കൂടി ആവുമ്പോ തമ്പിയുടെ സകല മുൻചുണ്ടിയും തീരും. പേരക്കുട്ടികൾ മുഖത്ത് നോക്കി മുത്തശ്ശാന്ന് വിളിച്ച് മോണ കാട്ടിച്ചിരിക്കുമ്പോ ഏത് മൂർഖനടാ പത്തി താഴ്ത്താത്ത? ഇതങ്ങനെ പത്തി ആഴ്ച നേനൊന്നും അങ്ങള് വേറെ വല്ല കാര്യം പറ. പെണ്ണും പടക്കോഴി, ഇത് വിധിയാണ് വിധി. നീ ധൈര്യമായിട്ടിരിക്കും. നിനക്ക് പറ്റിയ ഒരാളെ ഞാൻ അന്വേഷിക്കാം. വീട്ടിൽ നിന്ന് ബോറടിക്കാതിരിക്കാൻ എനിക്കൊരു എൻഗേജ്മെന്റും ആവും. അങ്ങനാണെങ്കിൽ അങ്ങൾ അന്വേഷിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. എന്റെ ഫോക്കസിൽ ഒരുത്തി ക്ലിക്കായി കിടപ്പുണ്ട്. എന്റെ കൂടെ സ്റ്റുഡിയോ ജോലി ചെയ്യുന്ന കക്ഷിയാ. എടാ കള്ളാ, എനിക്ക് പിന്നെ എന്തിനാ താമസിപ്പിക്കുന്നത്? നമുക്ക് നടത്തിക്കളയാം. നടത്തി തരാം. അച്ഛന്റെ മൂത്ത് നോക്കി ആര് പറയും? ഞാൻ പറയാം. പറ്റില്ല എന്ന് പറഞ്ഞാലോ? ഞാൻ നടത്തി തരും. എന്റെ അങ്കളെ, നിന്റെ കക്ഷിയുടെ പേരെന്താ പറഞ്ഞേ? അയ്യോ, പേര് ഞാൻ പറഞ്ഞില്ലേ. സ്വയം പ്രഭ. ഇനി സാക്ഷികൾ ഒപ്പിട. സ്വയം പ്രഭയ്ക്ക് ഇപ്പൊ സന്തോഷായില്ലേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് സ്വപ്നമൊന്നുമല്ലല്ലോ. അല്ല, കമ്പ്യൂട്ടറിൽ അടിച്ച കളർ പ്രിന്റ് പോലെ സത്യമാണ്. അപ്പോ ഇറങ്ങാം. ഞങ്ങൾ ഇറങ്ങട്ടെ. ഹാപ്പി മാരിഡ് ലൈഫ്. താങ്ക് യു സർ. മോളിങ് വന്നേ. 3 വേന്ദ്രന്മാരുള്ള ഒരു വീട്ടിലേക്കാ നീ ഇന്ന് കേറാൻ പോന്നെ. മനസ്സിലായില്ല അല്ലേ? ഇവൻ സുരേന്ദ്രൻ പാവ, ഒരു കുടുംബമായിട്ട് ജീവിക്കണമെന്ന് ആശയമുള്ളവനാ. ഇതിന് ഇളയ ഒരുത്തനുണ്ട് രാജേന്ദ്രൻ. വലിയ കുഴപ്പക്കാരനൊന്നുമല്ല, പക്ഷെ ചൂടൊരിത്തിരി കൂടുതലാ. ഇതിലൊക്കെ കൊടിമൂത്ത ഒരു വേന്ദ്രനാ നിന്റെ അമ്മായിയച്ഛൻ മഹേന്ദ്രൻ. ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളാ. അതുകൊണ്ട് മൊശടത്തരം ഇത്തിരി കൂടും, പക്ഷെ മനസ്സ് ശുദ്ധ. എല്ലാം സുരേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതൊരു സത്രമാ. നീ വേണം അതൊരു കുടുംബമാക്കി എടുക്കാൻ. ഞങ്ങൾ ഇപ്പൊ അകത്തോട്ട് കയറുന്നില്ല. മോളെ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. രണ്ടാളും കൂടി ഒരു ദിവസം വീട്ടിലേക്ക് വരണം. ക്ഷണിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ വരും. സദ്യ ഒന്നും തന്നില്ലെങ്കിലും മാമ്പഴ പുളിശ്ശേരികൾ ഉണ്ടാക്കി വെച്ചേക്കണേ. കൊതിയൻ. അപ്പൊ ഞങ്ങൾ പോട്ടെ. സ്വയം ആരതി ഒഴിയാനോ കുരവീട്ട് സ്വീകരിക്കാനോ ഇവിടെ ആരുമില്ലെന്ന് അറിയാമല്ലോ. അതാണ് ജുറാസിക് പാർക്കിന്റെ പ്രധാന പ്രവേശന കവാടം. ഇവിടെ മുതൽ അങ്ങോട്ട് അപകട മേഖലയാണ്. ഏത് സമയത്തും ജുറാസിക് ചാടി വീഴാം. അതുകൊണ്ട് ബുദ്ധി ഒരു ശക്തിയാക്കുക, നാവ് നല്ല കത്തിയാക്കുക. പോകാമോ? പോകാം. വാ. സ്റ്റുഡിയോയിൽ എന്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടിയാ ഞാൻ കെട്ടി. ഈ കുട്ടി ഈ വീട്ടിൽ താമസിക്കാൻ പോവാ. പെട്ടിയും ചട്ടിയും തൂക്കിയെറിഞ്ഞ് പട്ടിയെ പോലെ ഞങ്ങൾ ആട്ടി പുറത്താക്കരുത്. കാലി വീഴും. എന്റെ കാലം ആരും വീഴുന്ന എനിക്ക് ഇഷ്ടമല്ല. അച്ഛൻ, പേടിക്കല്ലേ, മക്കള്, മരുമക്കള്, അങ്ങനെയുള്ള സ്വന്തം ബന്ധങ്ങളൊന്നും എനിക്കില്ല. ഞാൻ ആരെ അനുഗ്രഹിക്കാറുമില്ല. പിന്നെ എന്നെ അച്ചായിച്ചൊന്നും വിളിച്ചേക്കരുത്. അഥവാ എന്തെങ്കിലും വിളിക്കേണ്ടി വന്നാലോ? തമ്പി സാറെന്ന് വിളിച്ചാ മതി. നിക്കോ പോകോ ചാകോ എന്ത് വേണേ ചെയ്യാം. എന്നാ നമുക്ക് ചാവാം. അല്ല, അകത്തേക്ക് പോവാം. അവിടെ നിന്ന് എന്താ പേര്? എന്തായാലും മരുമോളുടെ പേരറിയാൻ ആഗ്രഹമില്ലാതിരിക്കില്ലല്ലോ അല്ലേ ചാ? അതെ. അല്ല, ആഗ്രഹം കൊണ്ട് ചോദിച്ചല്ല. പിന്നെ വല്ല പോലീസുകാരും തിരക്കി വരുവാണെങ്കിൽ ഒന്ന് വിളിക്കണ്ടേ? എന്റെ
എന്നെ ആരും വിളിക്കണ്ട. ഏ? ആ അഥവാ വിളിക്കണമെങ്കിൽ തന്നെ സ്വയം പ്രഭയെന്ന് വിളിക്കേ വേണ്ട. മോളേന്നോ മരുമോളേന്നോ വിളിക്കാമെങ്കിൽ മാത്രം വിളിച്ചാ മതി. അച്ഛൻ ചമ്മി വാ. ഉം. കാപ്പി. ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്നിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയതാ. ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും തരേണ്ടത് എന്റെ കടമ. കുടിക്കുന്നതും കുടിക്കാതിരിക്കുന്നതും അവരവരുടെ മര്യാദ. ഉം ഹും. ഉം. One minute. എന്തിനാ ഇത്? ഒരു കാപ്പിക്ക് സാധാരണ 2 രൂപയാ കൊടുക്കാറ്. അത് കൊടുക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. വാങ്ങേണ്ടത് നിങ്ങളുടെ കടമയും. ഇതാ. അയ്യോ സാർ, ദയവേദി വീടൊരു ഹോട്ടലാക്കരുത്. ആരോരും ഇല്ലാത്തൊരു അനാഥയാണ് ഞാൻ. കുടുംബത്തിൽ ജീവിക്കാൻ കൊതിച്ചു വന്നതാ. സെന്റിമെന്റ്സ് വേണ്ട. ഒരുപാട് സെന്റിമെന്റ്സ് കണ്ടവനാ ഞാൻ. അച്ഛൻ, അമ്മ, ഭാര്യ, മക്കള് എല്ലാം വെറും അഭിനയമല്ലേ. അപ്പപ്പ കണക്ക് തീർത്തില്ലെങ്കിലേ അവകാശം പറയും. എനിക്ക് ആരുടെ ഔദാര്യം വേണ്ട. പണം മേടിക്കാവുന്നുണ്ടെങ്കിൽ മാത്രം മേലെ കാപ്പി ചായ കൊണ്ടുവന്നാ മതി. വൺ മിനിറ്റ്. അതെ, ഇനി മുതൽ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കണമെന്നില്ല. ഞാൻ ഇവിടെ ഉണ്ടാക്കാം. സമയമാകുമ്പോൾ ഡൈനിങ് ഹാളിലോട്ട് വന്നാൽ മതി. പിന്നെ സാധാ ഊണ് 5 രൂപ, സ്പെഷ്യൽ ഊണ് 10 രൂപ. റൂമിൽ കൊണ്ടുവന്ന് വിളമ്പി തരണമെങ്കിൽ 15 രൂപയാവും. അങ്ങനെ കഷ്ടപ്പെട്ട് കാട്ടുവള്ളി പറിച്ചെടുത്ത് വലിയൊരു വീടുണ്ടാക്കി. ആ, അല്ലെന്ന് പിന്നെ കൊരങ്ങച്ചൻ. എന്നിട്ട് പറ. എന്നിട്ട് മതി, വാ വാ വാ. ഞാൻ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കൂടെ കടന്നോളാം. ആ കുശാലായി. എന്നിട്ട് വേണം മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും പള്ളക്കിട്ട് ചവിട്ടാൻ. ഞാൻ ചവിട്ടില്ല. ചവിട്ടില്ല. ഓ, അവൻ ഇവിടെ കിടന്നോട്ടെ ശ്യാമളെ. വേണ്ടമ്മേ, ഉറക്കില്ല രണ്ടാളെയും. ഞാൻ ഉറക്കും. അല്ലേ മുത്തശ്ശ? പിന്നെ ഉണ്ണി പറഞ്ഞാലനുസരിക്കണം. മോൻചെല്ല്, നല്ല കുട്ടിയല്ലേ. ശരി. ഗുഡ് നൈറ്റ് മുത്തശ്ശ. ഗുഡ് നൈറ്റ്. അതൊക്കെ ഗുഡ് നൈറ്റ് മുത്തശ്ശി. ഗുഡ് നൈറ്റ്. അപ്പൊ ബാക്കി കഥ നാളെ കേട്ടോ മുത്തശ്ശ. ഓ ഉത്തരവേ. എന്ത് നുണക്കഥയായിരുന്നു. മുത്തശ്ശനും കൊച്ചുമോനും കൂടി. കൊരങ്ങച്ചൻ വീടുണ്ടാക്കിയ കഥ. ഓ, കാടുവെട്ടി വീടുണ്ടാക്കിയിട്ടേ എന്റെ പൂപ്പ നാട്ടിലെന്തിന് ചാടി നടപ്പൂ നീ. കുടിക്കേ. അയ്യോ, മുഴുവനും കുടിച്ചല്ലേ? സന്തോഷായില്ലേ? പിന്നെ സന്തോഷം കൊണ്ട് എന്റെ കണ്ണങ്ങ് നിറഞ്ഞു പോയി. എന്നാ ഈ ഗ്ലാസ് മുടങ്ങി തിന്നു. അയ്യോ വേണ്ട, വായ മുറിയും. അയ്യോടാ, ഒരു തുള്ളി പോലും ബാക്കി വെക്കാതെ മുഴുവനും ഒന്ന് കുടിച്ചു. പകുതി എനിക്ക് അങ്ങനൊന്നും അറിഞ്ഞൂടെ? അയ്യോ ഞാൻ മറന്നു കേട്ടോ. ഇതുവരെ ഒന്നും പങ്കിട്ട് ശീലമില്ലാത്തോണ്ടാ. സോറി. ഇന്നത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. നാളെ മുതൽ മറന്ന എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. പേടിച്ചോ? ഇല്ല, പേടിക്കുമായിരുന്നു. എന്തിനാ ഇങ്ങനെ വേറൊരാൾ കുടിച്ച എന്റെ പാതി കുടിക്കണേ? വേറൊരു ഗ്ലാസ് എടുത്ത് അതിൽ കുറച്ച് പാലൊഴിച്ച് സ്വയം കുടിക്കാലോ. മേനോ നിങ്ങൾ പറഞ്ഞു കേട്ടില്ലേ? ഇന്ന് മുതൽ നമ്മൾ രണ്ടല്ല, ഒന്നാ. ആണോ? സുരേന്ദ്രൻ പാതി, ഈ സ്വയംപ്രഭ പാതി. താൻ പാതി, ദൈവം പാതി. അങ്ങനെ തന്നെ. സുഖമായാലും ദുഃഖമായാലും പങ്കുവെക്കാൻ ഇന്നു മുതൽ സുരേട്ടൻ ഒരാളും കൂടിയുണ്ട്. ഈ സ്വയംപ്രഭ സുരേന്ദ്രൻ. എന്റെ സ്വയം. വണ്ടി ഓടിച്ചോടിച്ച് ചങ്ക് ഇറങ്ങി തുടങ്ങി.
ബസ്സിൽ പോവാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞോണ്ടല്ലേ അച്ഛൻ വണ്ടി മേടിച്ചു തന്നത്. അതുകൊണ്ട് എന്താ കാര്യം? വണ്ടിയുടെ അവസ്ഥ കണ്ടില്ലേ? ഇത്ര നാളും അങ്ങനെ തന്നെ അല്ലേടാ പോയത്. ഇത്രയും നാളെന്ന് പറഞ്ഞ അച്ഛൻ ഇവിടെ ജോലി ഉണ്ടായിരുന്നു. ഇപ്പൊ അച്ഛന് ജോലി ഇല്ലല്ലോ. ശരി, തന്നെ ഒരു വീടെടുത്ത് മാറി താമസിച്ചാലോ എന്ന് ആലോചിക്കുക. മാറി താമസിക്കാനോ? വാടകയ്ക്കോ? നീ എന്തൊക്കെയാ ഈ പറയണേ? വാടകയ്ക്കല്ല, പിന്നെ പറ്റിയൊരു വീട് വാങ്ങിക്കോ പണിയോ എന്തെങ്കിലും ചെയ്യാം. അച്ഛനും അമ്മ എന്റെ കൂടെ പോരെ? ഞാൻ നല്ല പൊന്നു പോലെ നോക്കിക്കോളാം. പിന്നെ രാധയ്ക്കാണെങ്കിൽ അവിടെ നിന്ന് പഠിക്കുകയും ചെയ്യാം. കാര്യമൊക്കെ കൊള്ളാം, പക്ഷേ ഇതിനൊക്കെ എവിടുന്നാ പണം? അച്ഛന് കിട്ടിയ രൂപയില്ലേ? അതിന്ന് 50,000 രൂപ സുമിത്ര ചോദിച്ചിരിക്കുക. ബാലിന് എന്തോ ബിസിനസ് തുടങ്ങാൻ. ആവശ്യമുള്ളപ്പോ തിരിച്ചു തരാന്നാ പറയണേ. ബാക്കി 1 ലക്ഷം ഇല്ലേ അമ്മേ? അതുകൊണ്ട് വീട് കിട്ടൂടാ. ഓരോരുത്തരും ലോൺ എടുക്കാം. അതിപ്പോ അച്ഛൻ എന്താ തീരുമാനിച്ചിരിക്കണേന്ന് അറിയില്ലല്ലോ. രാധയ്ക്ക് ആലോചന എന്തെങ്കിലും വന്നാ? അവക്ക് അതിനു വേണ്ടി വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ അമ്മേ. എപ്പോഴാവശ്യം എന്ന് വെച്ചാൽ ഞാൻ തിരിച്ചു തന്നേക്കാം. ഇല്ലെങ്കിൽ ശമ്പളം കിട്ടുമ്പോൾ ഒരു തുക ചെയ്ത് അച്ഛന്റെ പേര് ബാങ്കിൽ ഇട്ടോളാം. ഞാൻ അച്ഛനോട് പറയാം. ചെന്ന് പറ. തലവേദന എന്ന് പറഞ്ഞ് ലീവ് എടുത്തിട്ട് വെയിലത്തിറങ്ങി നടക്കുക. ഇപ്പൊ കുറച്ച് കുറവുണ്ട്. ഏട്ടൻ സിറ്റിയിൽ വീട് വെച്ച് അച്ഛനെ അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പോണെന്ന് കേട്ടു. അതൊന്നും തീരുമാനിച്ചിട്ടില്ലടാ. ഇനി പോയാ തന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് അവിടെ നിൽക്കാനൊന്നും പോണില്ല. കുറച്ചു ദിവസം അവന്റെ കൂടെ, കുറച്ചു ദിവസം നിന്റെ കൂടെ മാറി മാറി നിൽക്കാം. എന്താ? ഞാനും സിറ്റിയിൽ ഒരു വീട് വെച്ചാലോ എന്ന് ആലോചിക്കുക. നിനക്ക് ഈ വീടില്ലേ? ഓ, എനിക്കെന്തിനാ ഈ പഴഞ്ചൻ വീട്? ഞാനും ഏട്ടനെ പോലെ 10-25 കിലോമീറ്റർ പോയിട്ടല്ലേ ജോലി ചെയ്യണേ. നല്ല മോഡേൺ സ്റ്റൈലിൽ സിറ്റിയിൽ ഒരു വീട് വെക്കണമെന്ന് എനിക്കും ഇല്ലേ മോഹൻ. അതിനിപ്പോ എവിടുന്നാ പണം? അച്ഛന് കിട്ടിയത് എത്രയാന്ന് നിനക്കറിയാലോ. അത് സുമിത്രയും ഹരിയും കൂടി ചോദിച്ചിരിക്കുക. ഈ വീട് വിൽക്കാം. എത്ര കൊല്ലം പഴക്കമുള്ളതാ? ഏത് കാറ്റത്താ ഇടിഞ്ഞു വീഴുന്നെന്ന് വല്ല നിശ്ചയമുണ്ടോ? മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും അസ്ഥിത്തറ ഇവിടെയല്ലേ ഉള്ളത്. അത് വിട്ടിട്ട് പോവാൻ അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നണില്ല. അമ്മ പറഞ്ഞ അച്ഛൻ കേൾക്കാണ്ടിരിക്കില്ല. ഞാൻ പണിയണ വീട്ടില് അച്ഛനും അമ്മയ്ക്കും നല്ല സ്റ്റൈലിനൊരു ബെഡ്റൂം. അതല്ല, രാധയുടെ കാര്യത്തിന്. അതിന് ഞങ്ങൾക്കും കൂടി ഉത്തരവാദിത്വം ഇല്ല അമ്മേ. ശമ്പളം കിട്ടിയ മാസം 500 രൂപ വെച്ച് അച്ഛന്റെ പേരിൽ ബാങ്കിൽ ഇട്ടിട്ട് ഞാൻ വീട്ടിൽ കയറൂ. എന്തായാലും അച്ഛനോടൊന്ന് ചോദിക്കട്ടെ. ചോദിച്ചാ പോരാ, സമ്മതിപ്പിക്കണം. ശക്തി പറഞ്ഞ ശിവൻ കേൾക്കാണ്ടിരിക്കോ? ഭർത്തൃദുഃഖോപശാന്തിക്കു കിഞ്ചിൽ തോയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക. എന്താ അത്? അലുവേ? മേന്ന് അലുവ കടയിന്ന് വാങ്ങാനല്ലേ പറ്റൂ. എനിക്കിത് വീട്ടിലുണ്ടാക്കാൻ പറ്റും. എന്താ പതിവില്ലാണ്ടത്? കുട്ടികളറിയാതെ നമുക്ക് രണ്ടാൾക്കും മാത്രം കുറച്ചുണ്ടാക്കിയതാ. കുട്ടികൾ അറിയണ്ടേ? അയ്യേ, തനിക്കിത് എന്തു പറ്റി? ഈ പ്രായത്തിൽ ഇങ്ങനെ നമുക്ക് മാത്രമായിട്ടൊരു മധുരം ഉണ്ടോ? ഈ ചിരിയിൽ എന്തോ കള്ളത്തരം ഉണ്ടല്ലോ. എനിക്കറിയാം, മേന്ന് ഇങ്ങനെ പറയുള്ളൂന്ന്. അച്ഛന് കിട്ടിയ പണത്തിന് മക്കള് ചില പദ്ധതികളൊക്കെ കൂട്ടണുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു അച്ഛന്റെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞൂടല്ലോ എന്ന്.
അതെന്താ താൻ അങ്ങനെ പറഞ്ഞത്? 250 റുപ്യ ശമ്പളക്കാരനായിട്ടാ ഞാൻ തന്റെ കൈക്ക് പിടിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് മാത്രമായിട്ടൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ടോ? ശമ്പളം കൊണ്ടുവന്ന് ഏൽപ്പിക്കണമല്ലാതെ എന്തെങ്കിലും കണക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? ഓണമായാലും വിഷു ആയാലും കല്യാണം ആയാലും പിറന്നാളായാലും ബഡ്ജറ്റ് ഇടുന്നതും തീരുമാനം എടുക്കുന്നതും ഒക്കെ താനല്ലേ? ദേ, നാളെ തന്നെ ആ രൂപ മുഴുവൻ തന്നെ കൊണ്ടുവന്ന് ഏൽപ്പിക്കാം. എന്താ വേണ്ടെച്ചാ ചെയ്തോളൂ. കുട്ടികളുടെ പദ്ധതികൾ എന്താണെന്ന് അറിയണ്ടേ? അച്ഛമ്മല്ലേ എതിരും പറയൂന്നാ എന്റെ പേടി. നീ മനസ്സമാനായിട്ട് കിടന്ന് ഉറങ്ങ്. അതൊക്കെ അമ്മ പറഞ്ഞ് സമ്മതിപ്പിച്ചോളൂ. വീട് വിൽക്കാൻ പറ്റില്ലെന്ന് അച്ഛൻ പറഞ്ഞ എന്താ ചെയ്യാ? കോടതിയിൽ കേസൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. അച്ഛന്റെ സ്വന്തം സമ്പാദ്യല്ലേ, ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അല്ല, നീ നിയമവും വകുപ്പൊക്കെ എവിടുന്നാ പഠിച്ചേ? ഓ, ഇതൊക്കെ അറിയാൻ വക്കീലിന് പഠിക്കൊന്നും വേണ്ട. ഈശ്വര, അച്ഛന് നല്ല മനസ്സ് തോന്നിയാ മതിയായിരുന്നു. ഓക്കെ. അപ്പോ മാസം ഏതാണ്ട് 1000 റുപ്യയോളം നമ്മുടെ കൈ വരും. വിഷുക്കൈനീട്ടം കൊടുക്കാനോ പിറന്നാൾ സമ്മാനം വാങ്ങാനോ അത് ധാരാളം. വേണമെങ്കിൽ ചോറ്റാനിക്കരയിലോ ഗുരുവായൂരിലോ എവിടെ വെച്ചാ ഇഷ്ടം പോലെ പോയി തൊഴിയാവാം. പിന്നൊരു കാര്യം, കുട്ടിയോട് നമുക്കൊരുക്കുന്ന സ്റ്റൈലൻ ബെഡ്റൂമിൽ വന്ന് ഇടയ്ക്ക് എനിക്ക് കാല് തിരുമ്മി തരണം, മുറുക്കാനെടുത്തു തരണം. മുറുക്കാനോ? നിർത്തിയ ദുശീലങ്ങളൊക്കെ പിന്നെയും തുടങ്ങാൻ പോവാ. ഓ, മനുഷ്യനായ എന്തേലും ഒരു ദുശീലം വേണോടൂ. അതൊന്നും ഇനി വേണ്ട. ആ, വേണ്ടെങ്കി വേണ്ട. പക്ഷേ ദിവസം ഒരു 2 മണിക്കൂറെങ്കിലും എന്നോടിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. ഒരു പ്രായം കഴിഞ്ഞാ പിന്നെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനാടോ ഒരു സുഖം. പിന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അലുവയോ ഉണ്ണിയപ്പോ ഒക്കെ ഉണ്ടാക്കുക, ഒരു നിവേദ്യം പോലെ. ആ, പിന്നെ കുട്ടികളുടെ വീട് പണിയും രാധികയുടെ മംഗല്യം ഒക്കെ മംഗളമായിട്ട് നടന്ന ഗുരുവായൂർ വന്ന് കുളിച്ചു തൊഴാവുന്ന നേർന്ന് ഒരു 101 റുപ്യ എടുത്ത് കിഴിയേറ്റി വെക്കുക. അതൊക്കെ ഞാൻ എടുത്തു വെച്ച് കഴിഞ്ഞു. ആഹാ, എന്നാ ഇനി ഇത്തിരി മധുര. ഒരു വളവ് തിരിഞ്ഞതും കാത്തിരുന്ന മതി. നീ വാലടച്ചിരുന്ന് ഉറങ്ങാൻ നോക്ക്. ഇനി വന്ന വരാന്തല്ല എങ്ങനെ കിടന്നോട്ടെ. പ്രായമായ മനുഷ്യനല്ലേ? അങ്ങനെ വലിയ സിമ്പതിയും തോന്നേണ്ട കാര്യമില്ല. ഈ തന്ത ആയുഷ്കാലം നന്നാവും പോണില്ല. അടിച്ച വഴിയെ പോയില്ലേ, പോയ വഴി അടിക്കണം. തന്ത ആയാലും ശരി, മോനായാലും ശരി. ദീപാ സ്വയം വാലോർന്നു. രാത്രിയല്ലേ സാറേ, എന്തെങ്കിലും കൊടുത്താ? രാത്രി എന്താ റോഡിന് നീളം കൂടൂ? സാറിന് 10 രൂപ കൊടുക്കുള്ളൂ. മീറ്ററിന് മേലെ എന്തെങ്കിലും കൂടെ താ സാറേ. അവനൊരു ചവിട്ടേരാം, എഴുതാൻ പോടാ. 100 വീലായപ്പോ വേണ്ടില്ലേ? അപ്പൊ 4 വീലായിരുന്നെങ്കിൽ ഇവൻ ആരായിരുന്നേന്? വീണു വീണു. ആരെന്നെ പിടിച്ച കയ്യെന്ന് വിടറാ. ആരെന്നെ പിടിക്കണ്ട. അച്ഛൻ ഇഷ്ടമാവണം മക്കൾക്ക് ഇഷ്ടമാവില്ല, മക്കൾക്ക് ഇഷ്ടമാവണം അച്ഛൻ ഇഷ്ടമാവില്ല. എന്താ ചെയ്യുക? തലയിലെടുത്ത് തലമുടി പഠിച്ചാ പോവൂ. വലിയ വേദാന്തം പറഞ്ഞ് എന്നെ സോപ്പിടല്ലേ. സോപ്പ് ഇട്ടിട്ടുള്ള തന്തയ്ക്ക് ഉറക്കാത്തവനും ഒക്കെ എന്നെ കുഴിയിലാക്കിയിട്ടേ ഉള്ളൂ. അച്ഛൻ മുന്നോട്ട് വന്നേ. വിടറാ, വിടാ, വിടറാ. എത്ര മദ്യപിച്ചാലും തമ്പി കണ്ടുള്ളൂ വിടില്ല. നോക്കിക്കോ, നോക്കിക്കോ. റൈറ്റ്, ലെഫ്റ്റ്, റൈറ്റ്, ലെഫ്റ്റ്. കാണ്ട പട്ടാളം വീണു. ഓ, പൊക്ക് പൊക്ക്. ഓ, വാളടിച്ച്. എന്നെ കൊണ്ട് വയ്യ. മിക്സിട്ട് തിളപ്പിച്ച വെള്ളവാ. എഴുന്നേറ്റ് മൂടി പോച്ച നാവിയുണ്ടേ. എന്നെ ആരും ചികിത്സിക്കണ്ട. സാറിനെ അല്ല, സാറിന്റെ പനിയെ ചികിത്സിക്കാനാ. എണീക്ക്. ഓ, ഒന്ന് എണീക്കാൻ. ഇവിടെ ബ്രാൻഡി എല്ലാം കൂടെ വലിച്ചു കയറ്റിട്ട് ബാക്കിയുള്ളവരുടെ പാടെ. ഇങ്ങോട്ട് തിരിഞ്ഞേ. നോക്കി പേടിപ്പിക്കുന്നു വേണ്ട. ശബ്ദിച്ച് മുറി മുഴുവൻ വൃത്തികേടാക്കിയത് കഴുകി തുടച്ച് കിടന്നപ്പോഴേ നേരം വെളുക്കാറായി. ഒന്ന് തിരിഞ്ഞേ. ശനിയാഴ്ച ചോറും മദ്യപിക്കുന്ന എന്റെ ഒരു ശീലമാ. അത് ഇന്നും ഇന്നലെ തുടങ്ങിയൊന്നും. 7 ശനി 2 ശനി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ മദ്യപാന ശനി ഇപ്പൊ ആദ്യമായിട്ട് കേൾക്കുക. ശരിക്കും നാവി കൊള്ളു, നന്നായിട്ടൊന്ന് വേർക്കട്ടെ. അങ്ങോട്ട് കുടിച്ചേ. വേണ്ട. വിഷമൊന്നുമല്ല, ചുക്കും കുരുമുളകും കൂടിയിട്ട കാപ്പിയാ.
ഒറ്റ വലിക്ക് കുടിച്ചിട്ട് നന്നായിട്ട് നാവി കൊണ്ടേ ശരിക്കൊന്ന് വേർത്ത് കഴിഞ്ഞാൽ പനി പമ്പ അടക്കും. എന്നിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. അടുത്ത മദ്യപാനശാനി വരുമ്പോ എഴുന്നേറ്റ് നടക്കണ്ടേ? ദാ അങ്ങോട്ട് വാങ്ങിക്കും. ആഹാ, എഴുന്നേറ്റോ? എങ്ങോട്ടാ പുറപ്പാട്? ആ. അത്താഴത്തിന്റെ ആണോ? എന്റെ ഈ ചില്ലറയില്ല. ഉണ്ണാൻ വരുമ്പോ തന്നാ മതി. ഇത് ഊണിനുള്ളതല്ല. ആ വിസിറ്റ് ആവ് പിടിച്ചതിനും ചുക്ക് കാപ്പിക്കും. ആ, അതിനാണോ? അതിന് ഇത്രയൊന്നും വേണ്ട. ഇന്നലെ മുറി കഴുകി തുടച്ചെന്ന് പറഞ്ഞില്ലേ, ആ അതിനും പിന്നെ എന്നെ ട്രീറ്റ് ചെയ്യാനുള്ള നേഴ്സിംഗ് ഫീസും എല്ലാം കൂടെ ചേർത്താ